السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറാണ് കഴിഞ്ഞ ദർസ് മുതൽ നമ്മൾ ആരംഭിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം എന്ന ആയത്തിനെ കുറിച്ച് ഖുർആനിലെ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ വന്നിട്ടുള്ള ഹറൂഫുൽ മുഖത്തഅ അഥവാ അക്ഷരങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബ്, ഇതാണ് കിതാബ്, ഗ്രന്ഥം. ലാ റൈബ ഫീഹ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഹുദ അഥവാ സന്മാർഗമാകുന്നു, അവർക്കുള്ള വെളിച്ചമാകുന്നു. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. ദാ എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അറബി ഭാഷയിൽ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇത്, അത് എന്നൊക്കെ പറയുന്ന അർത്ഥം ലഭിക്കും. ദാ എന്ന് മാത്രം പറഞ്ഞാൽ. അതിൻ്റെ കൂടെ നോക്കൂ, രണ്ട് ഹർഫുകൾ കൂടി വന്നതാണ് ദാലിക്ക. ഒന്ന് ലാം. ഇലാം വന്നാൽ അവിടെ പൊതുവെ ലഭിക്കുന്ന അർത്ഥം ദൂരെയുള്ളതിനെ സൂചിപ്പിക്കാനാണ്. അതായത് മലയാളത്തിൽ നമ്മൾ ഇത് എന്ന് പറയും, അതുപോലെ അത് എന്ന് പറയും. ഈ അത് എന്ന അർത്ഥം ആണ് ലാമ് കൊണ്ട് ഉദ്ദേശിപ്പിക്കുക. അഥവാ ബുഅദിനെ, അകലെയുള്ളതിനെ സൂചിപ്പിക്കാനാണ് ലാം ഉപയോഗിക്കാറുള്ളത്. അതിനുശേഷമുള്ള ക്യാഫ്, ഈ ക്യാഫ് ആരോടാണോ പറയുന്നത് ആ ആളെ അഭിസംബോധന ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ആ ക്യാഫ് ആരോടാണോ പറയുന്നത് അയാൾക്കനുസരിച്ച് മാറും. ഇപ്പോൾ ഒരു സ്ത്രീയോടാണ് പറയുന്നത് എങ്കിൽ ദാലിക്കി എന്ന് പറയും, അങ്ങനെ പറയാറുണ്ട്. ദാലിക്കി. അതുപോലെ രണ്ടുപേരോടാണെങ്കിൽ ദാലിക്കുമ. ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ കാണാം, യൂസുഫ് അലൈഹിസ്സലാം ജയിലിലെ രണ്ട് കൂട്ടുകാരോട് പറഞ്ഞത് ദാലിക്കുമ മിമ്മ അല്ലമനി റബ്ബി, അത് എനിക്കെൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്നതാണ്, അഥവാ സ്വപ്ന വ്യാഖ്യാനം. അവിടെ അത് എന്ന് പറയാൻ എന്താണ് പറയുന്നത്? ദാലിക്കുമ. എന്തുകൊണ്ടാണ്? മുന്നിലുള്ളത് രണ്ടുപേരാണ്. അതുപോലെ ദാലിക്കും, കുറേ ആളുകളുണ്ട് എങ്കിൽ, കുറേ സ്ത്രീകൾ മാത്രമാണെങ്കിൽ ദാലിക്കുന്ന. സൂറത്ത് യൂസുഫിൽ തന്നെ കാണാം, ഫദാലിക്കുന്നല്ലദി ലുംതുന്നനി ഫീഹ്. അത് ഇദ്ദേഹത്തെക്കുറിച്ചാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത്. യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചതിനാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത് എന്ന് ആ സ്ത്രീ മറ്റു സ്ത്രീകളോട് പറയുമ്പോൾ ഫദാലിക്കുന്ന എന്ന് പറയുന്നത് കാണാം. പക്ഷേ ഇങ്ങനെ ആരോട് അഭിസംബോധിതരാരാണ് എന്നതൊന്നും പരിഗണിക്കാതെ എല്ലാവരോടും വേണമെങ്കിൽ എന്തു പറയാം? ദാലിക്ക എന്ന് മാത്രം പറയാം. അതും അറബി ഭാഷയിലെ പ്രയോഗമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചത് അറബികളുടെ ഭാഷയിലാണ്. അവരുടെ ഭാഷയിലെ പ്രയോഗങ്ങളെന്തോ, അവർ പരസ്പരം പറഞ്ഞിരുന്ന ഭാഷ ഏതോ, അതിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഒരുപാട് ആളുകളുണ്ട് എങ്കിലും ദാലിക്ക എന്ന് മാത്രം പറയുക അവരുടെ ശൈലിയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധിക്കുക, അത് എന്ന് പറയാൻ ദൂരെ ഉള്ളതിനെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കാറുള്ള ലാമ് വന്നിട്ടുണ്ട് എങ്കിലും, ദാലിക്ക വന്നിട്ടുണ്ട് എങ്കിലും ഇവിടെ അർത്ഥം ഈ ഗ്രന്ഥം എന്നാണ്, ഹാദ എന്നാണ്. മുൻഗാമികളിൽ ധാരാളം പേർ, മുജാഹിദ്, ഇക്രിമ, സഈദ് ബിൻ ജുബൈർ, സുദ്ദി, മുഖാത്തിൽ ബിൻ ഹയ്യാൻ തുടങ്ങിയ സലഫുകളിൽ താബിഈങ്ങളിലൊക്കെ പെട്ട ധാരാളം പേർ പറഞ്ഞത് കാണാം, ഇവിടെ അർത്ഥം അന്ന ദാലിക ബിമഅന ഹാദ. ഇവിടെ ദാലിക്കയുടെ അർത്ഥം ഹാദ എന്നാണ്, ഇത് എന്നതാണ് ഇവിടെ അർത്ഥം. ഇമാം ബിൻ കസീർ ഇത് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, വൽ അറബു തുഖാരിദു ബൈന ഹാദൈനി അൽ ഇസ്മൈൻ മിൻ അസ്മാഇൽ ഇഷാറ فيستعملون كل منهما مكان الآخر وهذا معروف في كلامهم. അറബികൾ ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഉപയോഗിക്കാറുണ്ട്. അഥവാ ഹാദാക്ക് പകരം ദാലിക്ക, ദാലിക്ക പകരം ഹാദ എന്നത് അറബികളുടെ പ്രയോഗത്തിലുള്ളതാണ്. നേരത്തെ പറഞ്ഞത് മറക്കാതിരിക്കുക, അറബികളുടെ പ്രയോഗത്തിനാണ്, അവരുടെ ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇത് എന്ന അർത്ഥത്തിൽ ദാലിക്ക എന്ന അറബികൾ പഴയകാലത്ത് പ്രയോഗിക്കാറുണ്ട്. എന്നിട്ടും സുബ്ഹാനല്ലാഹ്, പൊതുവെ അടുത്തതിനെ സൂചിപ്പിക്കാറുള്ള ഹാദ എന്ന് പറയാതെ ദാലിക്കൽ കിതാബ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിനെ വിശേഷിപ്പിച്ചത് അതിൻ്റെ മഹത്വം സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് കയ്യെത്താവുന്ന ദൂരത്ത്, എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് എന്ന് നിസാരമായ കാര്യത്തെ ചില സന്ദർഭങ്ങളിലെങ്കിലും പറയാറുണ്ട്. ഇത് ഉന്നതമാണ്, മഹത്തരമാണ്, ഇതിൻ്റെ സ്ഥാനം വലുതാണ് എന്നറിയിക്കാനാണ് അകലെയുള്ളതിനെ സൂചിപ്പിക്കാൻ പൊതുവെ പ്രയോഗിക്കാറുള്ള ദാലിക എന്ന പ്രയോഗം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. വല്ലാഹു തആല അലം. ദാലിക്കൽ കിതാബ്, ഇതാണ് ഗ്രന്ഥം. നോക്കൂ, ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ പൊതുവെ വിശേഷിപ്പിച്ച രണ്ട് പ്രയോഗങ്ങളാണ്. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനെ പൊതുവെ ഖുർആൻ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് രണ്ട് പദങ്ങളാണ്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് കിതാബ്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് കിതാബ്. ഖുർആനും കിതാബും നമ്മൾ പറയാറുള്ളൂ. ഖുർആനും സുന്നത്തും, അതുപോലെ എന്തു പറയും? കിതാബും സുന്നത്തും എന്ന് പറയും. എന്നാണ് ഈ രണ്ട് വാക്കുകൾ കൊണ്ട് അറിയിക്കുന്നത്. കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുള്ളത് രണ്ട് രൂപത്തിനാണ്. ഒന്ന് ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ, മറ്റൊന്ന് ഫിസ് സുതൂർ, പേജുകളിൽ, ഏടുകളിൽ. രണ്ട് വഴിക്കാണ് അല്ലാഹു ഖുർആൻ സംരക്ഷിച്ചിട്ടുള്ളത്. അത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള, ഒരക്ഷരം വിട്ടുപോകാതെ, സ്ഥാനം മാറിപ്പോകാതെ ഓതാൻ സാധിക്കുന്ന അങ്ങേയറ്റം ശക്തമായ ഹിഫ്ളുള്ള ഹുഫാദുകൾ എന്നും ഈ ഉമ്മത്തിലുണ്ടായിരിക്കും. അങ്ങനെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ മുസ്ഹഫുകളിലും ഒരാൾക്കും നശിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ എത്ര 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 മുസ്ഹഫുകളാണ് അള്ളാഹുവിൻ്റെ കലാം രേഖപ്പെടുത്തപ്പെട്ടതായി ഉള്ളത്. എന്നാൽ പഴയകാല കിതാബുകളുടെ സ്ഥിതി നോക്കൂ നിങ്ങൾ. ജനങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തിയ അഹ്ലുൽ കിതാബിൻ്റെ അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കൂ, അതേക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു അത് അവതരിപ്പിച്ച ഭാഷയിൽ, അതിൻ്റെ അസ്ലിയായ ഭാഷയിൽ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട, അഥവാ തൗറാത്താണെങ്കിൽ തൗറാത്ത്, ഇഞ്ചീലാണെങ്കിൽ ഇഞ്ചീൽ, അവതരിപ്പിക്കപ്പെട്ട നബിക്ക് ഏതു ഭാഷയിൽ ഇറങ്ങിയോ ആ ഭാഷയിൽ അത് മനഃപ്പാടമാക്കിയിട്ടുള്ള എത്ര പേരുണ്ട് അതിൻ്റെ അനുയായികളിൽ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ ഇല്ല എന്ന് ഏതാണ്ട് പറയാവുന്ന അവസ്ഥയിലാണുള്ളത്. അതുപോലെ ആ അസ്ലിയായ ഭാഷയിൽ അത് രേഖപ്പെടുത്തിയ ഗ്രന്ഥം, ഇറങ്ങിയ ഭാഷയിൽ രേഖപ്പെടുത്തിയപ്പെട്ട ഗ്രന്ഥം എവിടെയാണുള്ളത്? ആരുടെ കയ്യിലാണുള്ളത്? പൊതുവെ ആളുകൾക്ക് നിശ്ചയം തന്നെയില്ല. പരിഭാഷപ്പെടുത്തപ്പെട്ട് പിന്നെ വേറൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട് അങ്ങനെ പലതും കൂട്ടിച്ചേർത്ത് പലതും വെട്ടിമാറ്റി
ഇങ്ങനെ നിലകൊള്ളുന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടോ അതേ ഭാഷയിലതാ കോടാനുകൂടി മുസ്ഹഫുകൾ, അതുപോലെ എത്രയോ ആളുകളുടെ ഹൃദയങ്ങളിൽ, അതുപോലെ അള്ളാഹുവിൻ്റെ ഹിഫ്ളാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. അപ്പം ഇത് രേഖപ്പെടുത്തപ്പെട്ട നിലയിലും അതുപോലെ ഹൃദയങ്ങളിലുമാണ് അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ എഴുതിയത് എന്ന് ആണ് പൊതുവെ കിതാബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ സൂചിപ്പിക്കുന്നത്. ഖുർആൻ എന്നതോ എന്താണ് സൂചിപ്പിക്കുന്നത്? അതിന് പാരായണമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് പാരായണവും ഒന്ന് രേഖപ്പെടുത്തപ്പെട്ടതും. ഖുർആൻ അതിൻ്റെ പാരായണത്തെ സൂചിപ്പിക്കുന്നു, കിതാബ് അത് രേഖപ്പെടുത്തിയത് സൂചിപ്പിക്കുന്നു. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്, അള്ളാഹു പറയുന്നു ലാ റൈബ ഫീഹ്, ഇതിൽ യാതൊരു സംശയവുമില്ല, ഇതിൽ ഒരു സംശയവുമില്ല, മറിച്ച് ഇത് മുഴുവൻ ഹക്കാണ്, ഇത് മുഴുവൻ സത്യമാണ്. ലാ റൈബ എന്ന് ലാ എന്ന നഫി ചെയ്യാൻ അഥവാ നിരാകരിക്കാൻ പറയുന്ന, ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഹർഫാണ് ലാ. അതിനുശേഷമുള്ള പദം നസ്ബ് ചെയ്താൽ, അത് ഇവിടെ നോക്കൂ, ഫത്ത് നൽകിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, റൈബ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൽ പിന്നെ ഒന്നും ഒഴിവാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ സകലതിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. ഏതുപോലെയാണ് ആ പ്രയോഗം? നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇങ്ങനെ അല്ലാതെ അറബി ഭാഷയിൽ പ്രയോഗമുണ്ട്, തൻവീൻ കൊടുത്തിട്ട് പ്രയോഗമുണ്ട്. ലാ എന്ന് പറഞ്ഞ് തൊട്ട് ശേഷമുള്ള വാക്കിന് തൻവീൻ കൊടുത്തിട്ട് പ്രയോഗമുണ്ട്. അതിനേക്കാൾ ശക്തമായ പ്രയോഗമാണിത്. ലാ റൈബ ഫീഹ്, ഇതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ്. അള്ളാഹു പറയുന്നു ലാ യഅ്തീഹിൽ ബാത്തിൽ, ഇതിലേക്ക് ഒരു ബാത്തിൽ കടന്നു കയറുകയില്ല. മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, ഇതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ബാത്തിലായ ഒരു കാര്യം ഇതിൽ കടന്നു കയറുകയില്ല. തൻസീലു മിൻ ഹകീമിൻ ഹമീദ്, ഹക്കീമും ഹമീദുമായ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണിത്. ഹക്കീമും ഹമീദുമായ, എല്ലാ യുക്തിയുമുള്ള, എല്ലാ സ്തുതികൾക്കും അർഹനായ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇതിൽ എങ്ങനെയാണ് സംശയത്തിന് ഇടയുണ്ടാവുക? ഇല്ല, ഇതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ അസത്യത്തിൻ്റെ തരിമ്പ് പോലുമില്ല. ഇതിൽ മുഴുവൻ സത്യമാണ്. ഇത് നേരായ വഴിയിലേക്ക് നയിക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ലാ റൈബ ഫീഹ് ഹുദൻ ലിൽ മുത്തഖീൻ, ഹുദൻ, ഇത് ഹുദയാണ്. നോക്കൂ, ഫീഹി ഹുദ, അതിൽ സന്മാർഗമുണ്ട്, വെളിച്ചമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അബ്ലഗായ, അതിനേക്കാൾ ശക്തമായ പ്രയോഗമാണ് അത് തന്നെ ഹുദയാണ്, അത് തന്നെ വെളിച്ചമാണ് എന്ന പ്രയോഗം. ഫീഹി ഹുദ, അതിൽ സന്മാർഗമുണ്ട് എന്ന് പ്രയോഗമുണ്ട്. ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് തന്നെയാണത്. ഫീഹി ഹുദൻ ലിന്നാസ്, ഫീഹി ഹുദൻ ലിന്നാസ്. എന്നാൽ ഹുദ, ഇത് തന്നെ സന്മാർഗമാണ് എന്ന് പറയുന്ന അതിനേക്കാൾ ശക്തമായ പ്രയോഗമാണ്. ഹുദ, ഇത് സന്മാർഗമാണ്, വെളിച്ചമാണ്. ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക്. നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ട് ഇവിടെ ഹിദായത്ത് അള്ളാഹു അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഹുദൻ ലിൽ മുത്തഖീൻ, എന്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ഹിദായത്ത് മുത്തഖീങ്ങൾക്കുള്ളതാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് ഒന്നാകെ ഉള്ളതാണ് ഈ ഖുർആനിലെ ഹുദ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. ഇത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഹുദയാണ്. എന്നാൽ ഇവിടെ എന്ത് പറഞ്ഞു? ഹുദൽ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ള ഹുദയാണ് എന്ന് പറഞ്ഞാൽ ഹിദായത്ത്, വെളിച്ചം കാണിക്കുക, അത് പൊതുവെ രണ്ട് ഇനമുണ്ട്. ഒന്ന്, അത് അറിയിച്ചു കൊടുക്കുക, സന്മാർഗം അറിയിച്ചു കൊടുക്കുക. രണ്ട്, ആ സന്മാർഗത്തിലേക്ക് നയിക്കുക. ഇതിലേക്ക് നയിക്കപ്പെടുക, ഇത് സ്വീകരിക്കുന്നവർ ആരാണ്? അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ്. ഏതുപോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖറുൻ വഹുവ അലൈഹിം അമാ ഉലൈക യുനാദൗന മിൻ മകാനിൻ ബഈദ്. ഖുൽ, പറയൂ നബിയേ, ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ, ഇത് മുഅ്മിനീങ്ങൾക്ക്, ഈമാനുള്ളവർക്ക് സന്മാർഗമാണ്, അതുപോലെ ശിഫാ ആണ്, ശമനമാണ്. ഇത് ശമനമാണ്, രോഗങ്ങൾക്കുള്ള ശമനമാണ്. നിന്റെ ഹൃദയത്തിലെ കുഫറിൻ്റെ
ബിദഅത്തിന്റെ അതുപോലെ തിന്മകളുടെ രോഗങ്ങൾക്കുള്ള ശമനമാണ്. അതുപോലെ അള്ളാഹു ഇതിൽ ശാരീരികമായ രോഗങ്ങൾക്കും ശമനം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെവികളിൽ അള്ളാഹു ഒരു ഭാരം വച്ചിരിക്കുന്നു. അവരിത് കാണുകയില്ല. വിദൂരമായ ഏതോ ദേശത്ത് നിന്ന് വിളിക്കുന്ന ആളുകളെ പോലെയാണ് അവരിതിനോട് പ്രതികരിക്കുകയില്ല. അതുപോലെ നോക്കൂ, സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, ശ്രദ്ധിക്കുക, وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. ഇത് ഖുർആനിൽ നാം അവതരിപ്പിക്കുന്നു ഷിഫാ, ശമനം, അതുപോലെ റഹ്മത്ത്. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. വലാ യസീദു الظാലിമീന ഇല്ലാ ഖസാറ. അക്രമികൾക്ക് ഇത് നഷ്ടമല്ലാതെ ഏറ്റി കൊടുക്കുകയില്ല, വർദ്ധിപ്പിച്ചു കൊടുക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളാണ് ഈ ഖുർആൻ കൊണ്ട് ഫലം അവർക്കാണ് ചെയ്യുക. ഇത് ഫലം ചെയ്യുക അവർക്കാണ്. ഇത് സന്മാർഗമാണ്. പക്ഷേ അത് സ്വീകരിക്കാനാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച നന്മ നിറഞ്ഞ ഹൃദയങ്ങളുള്ള ആളുകളാണ്. അതല്ല എങ്കിൽ ഇതിൽ സന്മാർഗമുണ്ട്, എല്ലാവർക്കുമുള്ള സന്മാർഗം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. ജനങ്ങളെ ഇതാ സന്മാർഗം വന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്, സദുപദേശം വന്നിരിക്കുന്നു. പക്ഷെ സ്വീകരിക്കുക മുഅ്മിനുകളാണ്. അള്ളാഹുയുടെ ഹുദൻ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള വെളിച്ചമാണ്, സന്മാർഗമാണ് ഇത് എന്ന് പറഞ്ഞു. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തഖി എന്നാൽ തഖ്വയുള്ള ആൾ, ഇത്തഖ എന്നാൽ സൂക്ഷിച്ച ആൾ, സൂക്ഷിച്ചു. അത് ചെയ്യുന്ന ആൾക്കാണ് അൽ മുത്തഖി എന്ന് പറയുക. അൽ മുത്തഖൂൻ എന്നാൽ തഖ്വയുള്ള ആളുകൾ. എന്താണ് ഈ തഖ്വ? തഖ്വ എന്നാൽ ആ പദത്തിന്റെ അർത്ഥം മറ, അതുപോലെ ഒരു പരിച എന്നൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുക? നിനക്കും റബ്ബിന്റെ ശിക്ഷക്കുമിടയിൽ ഒരു മറ സ്വീകരിച്ചുകൊള്ളുക. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്കും റബ്ബിന്റെ ശിക്ഷക്കുമിടയിൽ മറയിടപ്പെടും. തൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈ, ചില റിവായത്തുകളിൽ സമാനമായ ആശയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹ് എന്ന താബിഈ, അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. എന്താണ് തഖ്വ എന്ന്? അമലുൻ ബിത്താഅത്തില്ലാഹ്, അല്ലാഹുവിനനുസരിച്ച് പ്രവർത്തിക്കലാണ്. അൻ തഅമല ബിത്താഅത്തില്ലാഹ് തർജു സവാബ അല്ലാഹ് അലാ നൂരിൻ മിൻ അല്ലാഹ്. അള്ളാഹുവിനെ നീ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വെളിച്ചം അനുസരിച്ചുകൊണ്ട്. റബ്ബ് പഠിപ്പിച്ച നന്മ നീ അവന് വേണ്ടി, അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുക. അതുപോലെ അൻ തത്റുക മഅസിയത അല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് നീ ഉപേക്ഷിക്കുക. അള്ളാഹുവിനെ ധിക്കരിക്കരുത്, അവനെ അനുസരിക്കാതിരിക്കരുത്. തഖാഫു ഇഖാബ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. അതായിരിക്കണം നിന്നെ അതിലേക്ക് നയിക്കേണ്ടത്. അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. തൽഖ് ബിൻ ഹബീബ് എന്ന താബിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ വാക്കാണിത്. തഖ്വ എന്നാൽ സഹോദരങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മുള്ളുകൾ നിറഞ്ഞ വടിയിലൂടെ നീ എങ്ങനെ നടക്കും? സൂക്ഷിച്ചു നടക്കും. അതുപോലെ ജീവിക്കുക. ഖല്ലിദ് ദുനൂബ സഗീറഹ വ കബീറഹ വഹുവ അത്തുഖ. ഖല്ലിദ് ദുനൂബ സഗീറഹ വ കബീറഹ വഹുവ അത്തുഖ വസ്നഅ കമാശിൻ ഫൗഖ അർദി الشوك يحذر ما رأى لا تحقرن صغيرة إن الجبال من الحصى. ഖല്ലിദ് ദുനൂബ സഗീറഹ വ കബീറഹ, തിന്മകളിൽ ചെറുതും വലുതും നീ ഉപേക്ഷിക്കുക. വഹുവ അത്തുഖ, അതാണ് തഖ്വ. തിന്മകൾ ചെറുതും വലുതും നീ ഉപേക്ഷിക്കുക, അതാണ് തഖ്വ. അതുപോലെ വസ്നഅ കമാശിൻ ഫൗഖ അർദി الشوك يحذر ما يرى, ഒരു മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുന്ന ആൾ സൂക്ഷിക്കുന്നത് പോലെ നീ സൂക്ഷിച്ച് നടക്കുക. ലാ തഹ്ഖിറന്ന സഗീറതൻ, ചെറിയ പാപത്തെ നീ നിസാരമായി കാണരുത്. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസാ, ചെറിയ കല്ലുകൾ കുന്നുകൂടിയിട്ടാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തിന്മകളെ നിസാരമായി കാണുന്നതിനെ വളരെ സൂക്ഷിക്കണം. തിന്മകളെ നിസാരമായി കാണുന്നതിനെ വളരെ വളരെ സൂക്ഷിക്കണം. കാരണം
ഒരു തിന്മ നിൻ്റെ മനസ്സിൽ എത്ര ചെറുതാകുന്നു അത്രത്തോളം അത് റബ്ബിങ്കൽ വലുതായിരിക്കുമെന്നാണ്. ഒരു തിന്മയെ നീ എത്ര വലുതായി കാണുന്നു അത്രത്തോളം അള്ളാഹുവിങ്കൽ അത് ചെറുതായി തീരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ കാര്യത്തിൽ ഭയപ്പെടണം. ചെയ്തു പോയ തിന്മകളെ നീ ചെയ്യുന്നത് നീ വലുതായി കാണണം. എന്നാൽ അതിൽ നിന്ന് തൗബ ചെയ്താൽ, ഖേദിച്ചു മടങ്ങിയാൽ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, നീ പിന്നെ കൺമുന്നിൽ കാണേണ്ടത് അള്ളാഹുവിൻ്റെ ബിർ, അവൻ്റെ നന്മയും അതുപോലെ അവൻ്റെ പാപമോചനവും അവൻ്റെ റഹ്മത്തുമൊക്കെയാണ്. നീൻ്റെ കൺമുന്നിൽ അതാണ് തിന്മയേക്കാൾ മുന്നിൽ കാണേണ്ടത്. അല്ലെങ്കിൽ നിരാശയിൽ അകപ്പെട്ടു പോകും, അപ്പോൾ നോക്കൂ, ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള ഹുദ, സന്മാർഗമാണ് ഈ ഖുർആൻ. ശേഷം അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിൽ ആരാണ് ഈ തഖ്വയുള്ള ആളുകൾ എന്ന് പറയുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന അവരൊരു കൂട്ടരാണ്, യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നവരാണ്, ബിൽ ഗൈബി ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, വയുഖീമൂന അവർ നിലനിർത്തുന്നവരാണ്, സലാത്ത് നിസ്കാരം നിലനിർത്തുന്നവരാണ്, വമിമ്മാ റസഖ്നാഹും നാം എന്താണോ അവർക്ക് റിസ്ക് നൽകിയത്, ഉപജീവനമായി നൽകിയത്, യുൻഫിഖൂൻ അതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഇതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. അപ്പം നോക്കൂ, ഈമാൻ ശരിയാകാതെ ഒരാൾക്ക് എന്തില്ല? തഖ്വയില്ല. ഒരാൾ ശിർക്കിൽ അകപ്പെട്ട് ജീവിക്കുകയാണ്, അവൻ എന്തില്ല? തഖ്വയില്ല. ഒരുവൻ ബിദ്അത്തിൽ അകപ്പെട്ട് ജീവിക്കുകയാണ്, അവൻ എന്തില്ല? യഥാർത്ഥത്തിൽ തഖ്വയില്ല. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ട കാര്യം അവൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യരെ ഒന്നാകെ വിളിച്ചിട്ട് തഖ്വ കൽപ്പിച്ചത്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, ഓ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. മനുഷ്യരെ ഒന്നാകെ വിളിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അതിലാദ്യം ഉൾപ്പെടുക ഈമാൻ സ്വീകരിക്കുക എന്നതാണ്, ശിർക്ക് ഉപേക്ഷിക്കുക, തൗഹീദിലേക്ക് വരിക. എങ്കിലേ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനെ തന്നെ കാക്കാൻ സാധിക്കുകയുള്ളൂ. തൗഹീദില്ലാതെ, ഈമാനില്ലാതെ എന്തില്ല? തഖ്വയില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുശേഷം മാത്രമാണ്, അതാണ് ഏറ്റവും വലിയ തഖ്വ. കാരണം നരകത്തെ നിന്നിൽ നിന്ന് തടുക്കുവാൻ തൗഹീദ് പോലെ വലിയ ഈമാൻ പോലെ വലുത് മറ്റൊന്നുമില്ല. അപ്പം അതില്ലാതെ തഖ്വയില്ല. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ആദ്യത്തെ സ്വഭാവമായി ഈ ആയത്തുകളിൽ പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് ഏത് കാര്യം കൊണ്ടാണ് ബാക്കി ഈ ഉമ്മത്തിലെ പിൽക്കാലക്കാരായ ആളുകളിൽ നിന്ന് വേറിട്ടത്, അവരുടെ എത്രയോ മുന്നേ നടന്നത്, അവരുടെ മുൻപിലെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാണാം, ഗൈബിലുള്ള അവരുടെ വിശ്വാസം കൊണ്ടാണ്. എങ്ങനെയുള്ള വിശ്വാസം? കണ്ണിൽ കാണുന്നതുപോലെ അവർ ഗൈബിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ നോക്കിക്കാണുന്നു എന്നതുപോലെ, അർശിന് മുകളിൽ റബ്ബിനെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നു എന്നതുപോലെയാണ് അവർ റബ്ബിൽ വിശ്വസിക്കുന്നത്. നരകത്തെ മുന്നിൽ കാണുന്നത് പോലെയാണ് അവർ നരകത്തിൽ വിശ്വസിച്ചിരുന്നത്. സ്വർഗത്തെ കൺമുന്നിൽ കാണുന്നത് പോലെ, അത് കണ്ട് പണിയെടുക്കുന്നത് പോലെയാണ് അവർ ജീവിച്ചത്. അതാണ് അവരെ മുന്നിലേക്ക് നയിച്ചത്, അതാണ് അവരെ മുന്നിലെത്തിച്ചത്. കേവലം അമലുകളല്ല. കാരണം അമലുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ പിൽക്കാലക്കാരും സഹാബത്തിൽ ചിലരും ഒരുപോലെ ആയിരിക്കും. അമലുകളുടെ എണ്ണത്തിൽ അവരെ മുന്നിലെത്തിച്ചത് എന്താണ്? അവരെ മുന്നിലെത്തിച്ചത് ആദ്യമായി ഇതാണ്, ഗൈബിലുള്ള അവരുടെ ഉറച്ച വിശ്വാസം. കണ്ടിട്ടില്ല. ഗൈബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മഗാബ അൻ അൽമർ, ഒരാളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന കാര്യം. ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് കണ്ണിൽ കാണാത്തത് എന്നാണ്. അതുകൊണ്ടാണ് ഗൈബിന് നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന വാക്കായി ഖുർആനിൽ തന്നെ അള്ളാഹു പ്രയോഗിച്ചത് ഏത് വാക്കാണ്? ഷഹാദ. ഗൈബും ഷഹാദത്തും. ഷഹാദത്ത് എന്നാൽ എന്താണ്? മുന്നിൽ കാണുന്നതാണ്, നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. ഗൈബാകട്ടെ കാണുന്നില്ല, പക്ഷേ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതോടെ അവൻ അതിൽ വിശ്വസിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഏറ്റവും അത്ഭുതകരമായ, അള്ളാഹുവിങ്കൽ നീ ഒരിക്കലും ചിന്തിക്കാത്ത
പ്രതിഫലമുള്ള കാര്യമാണെന്ത്? നിൻ്റെ ഗൈബിലുള്ള വിശ്വാസം. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഇതിനൊക്കെ നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ അജർ പ്രതീക്ഷിക്കുന്നില്ലേ? വലിയ അജർ. അതിനേക്കാൾ നീ അള്ളാഹുവിൽ അജർ പ്രതീക്ഷിക്കുക എന്ത്? അള്ളാഹുള്ള എൻ്റെ വിശ്വാസം. അള്ളാഹു ഉണ്ട്, അവൻ മാത്രമാണ് ഇലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. പരലോകമുണ്ട്. നീ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു? അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിൻ്റെ വിശ്വാസത്തിന് ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹുവിൽ നീ പ്രതീക്ഷിക്കുക. മനസ്സിലായില്ലേ? അമലുകൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അമലുകൾ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാറില്ല. അമലുകൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കണം. ഈമാനോടെ ഇഹ്തിസാബോടെയാണ് അമൽ ചെയ്യേണ്ടത്, വിശ്വാസത്തോടെ. അതുപോലെ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട്. നോക്കൂ നിങ്ങൾ, അതിനും അപ്പുറം പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുലുള്ള വിശ്വാസത്തിൽ. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ദുആയി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് പുറത്തു തരണേ. റബ്ബന ഇന്നന സമിഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്ന സയ്യിആതിന വതവഫന മഅൽ അബ്റാർ. റബ്ബേ, നിന്നിലേക്ക് വിളിക്കുന്ന ഒരാളെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചു. ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് റബ്ബെ പുറത്തു തരണേ, ഞങ്ങളുടെ തിന്മകൾ മായ്ച്ചു തരണേ. നോക്കൂ നിങ്ങൾ, ഈമാൻ കൊണ്ട് അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുക വലിയ കാര്യമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നത് അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നോക്കൂ പുറത്തേക്ക്. ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകളിലേക്ക് ചില സലഫുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, വഅഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത് എന്ന ഖുർആനിലെ ആയത്തിനെ കുറിച്ച്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത പരലോകത്തെ നിഷേധിച്ച ചില ആളുകൾ പറഞ്ഞു, അവരെക്കുറിച്ച് അള്ളാഹു പറയണം, വഅഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം, അവർക്ക് സാധ്യമാകുന്ന സത്യമെല്ലാം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, ഒരിക്കലും അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയില്ല. നോക്കണം നിങ്ങൾ, അഖ്സമു ബില്ലാഹ്, സത്യം ചെയ്തു പറഞ്ഞു. എങ്ങനത്തെ സത്യം? ചില്ലറ സത്യമല്ല. ജഹദ ഐമാനിഹിം, ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ശക്തമായ രൂപത്തിൽ സത്യം ചെയ്തവർ പറയുകയാണെന്ത്? അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയില്ല. ചില സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞവനെയും സത്യം ചെയ്തിട്ട് അല്ല അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നവനെ റബ്ബ് ഒരുപോലെ ആക്കുക? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുവിൽ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന്? ഇല്ല. അള്ളാഹുവിൽ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണിതെല്ലാം. ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ റജാഇനെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ മുൻഗാമികളുടെ ഈ വാക്ക് ഉദ്ധരിച്ചത് കാണാം. അഥവാ നോക്കൂ, അള്ളാഹു ഇങ്ങനെ പറഞ്ഞവനെയും നേരെ മറിച്ച് പറയുന്നവനെ എങ്ങനെയാണ് ഒരുപോലെ ആക്കുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശ്വാസം അത് നമുക്ക് അള്ളാഹു പുറത്തു നൽകാൻ കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെഴുതിയ ബിതാഖയുടെ ഹദീസ്? ഒരാളുടെ വലിയ തിന്മകൾ വന്നു ചേരുകയാണ്, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തിയ ഒരു ബിതാഖ അത് വരികയാണ്. അതാ തുലാസിൽ വെച്ച് തൂക്കിയപ്പോൾ അയാളുടെ തിന്മകളെല്ലാം പാറിപ്പോവുകയാണ് ഇതിൻ്റെ ഭാരം കൊണ്ട്, ഈ ഈമാനിൻ്റെ ഭാരം കൊണ്ട്. അതുകൊണ്ട് തൗഹീദിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ് നമ്മൾ എന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നത് ഒരു സംശയവുമില്ലാതെ, ഒരു തരിമ്പും സംശയമില്ലാതെ, പരലോകമുണ്ട്, റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ എന്നത് ഒരു തരിമ്പും എവിടെയും സംശയമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നു എന്നത്, അങ്ങനെ വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. വിശ്വസിക്കുന്നു എന്നതിൽ ഏറ്റവും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കും. അത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹു നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് റബ്ബെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കതിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. അള്ളാഹു എനിക്ക് പുറത്തു തരണേ, നീ എൻ്റെ ദുആ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്ത് നോക്കൂ. മുഅ്മിനീങ്ങളുടെ ദുആ ആയി അള്ളാഹു പറഞ്ഞതാണ്, അവരുടെ ഈമാൻ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു എന്നത്. അതുകൊണ്ട് ഗൈബിലുള്ള വിശ്വാസം സഹോദരങ്ങൾ, അതാണ് സഹാബത്തിനെ മുന്നിലെത്തിച്ചത്. അതിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ്, അതിൻ്റെ ശക്തി, അവരെ പിൻപറ്റിയവരാവുക നമ്മൾ. ഇത് സാരമായ കാര്യമല്ല. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ആദ്യത്തെ വിശേഷണമായി അവൻ്റെ ഖുർആൻ രേഖപ്പെടുത്തിയ മുസ്ഹഫിൽ നമ്മൾ ഓതുന്ന ഈ സൂറത്തിൽ ആദ്യമായി അള്ളാഹു പറഞ്ഞ കാര്യം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഗൈബിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അള്ളാഹുള്ള വിശ്വാസം, അതുപോലെ ബാക്കി ഈമാനിൻ്റെ ഉസൂലുകളിൽ 5 കാര്യങ്ങളും.
അള്ളാഹുവിൻ്റെ മലക്കുകളിലും കിതാബുകളിലും റസൂലുകളിലും അന്ത്യനാളിലും അള്ളാഹുവിൻ്റെ വിധിയിലുമുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ഗൈബാണ്. നമ്മളിത് കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്, കാണാതെയാണ്. അതുകൊണ്ടാണ് അതിന് വിലയുള്ളത്. അള്ളാഹു അത് കാണിച്ചു തന്നാൽ പിന്നെ വിശ്വസിക്കാത്തവനും വിശ്വസിച്ചവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സ്വർഗം അള്ളാഹു കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഒരു പഴം എൻ്റെ മുന്നിൽ കണ്ടു, ഞാനതെടുക്കാൻ കൈ നീട്ടി, ഞാനെങ്ങാനും അതെടുത്തിരുന്നുവെങ്കിൽ അക്കൽതു മാ ബഖിയത്തി ദുനിയ, ദുനിയാവ് അവശേഷിക്കുന്ന കാലത്തോളം, ദുനിയാവ് തീരുവോളം നിങ്ങൾ അതിൽ നിന്ന് തിന്നുമായിരുന്നു. നിങ്ങൾക്ക് തിന്നാൻ സാധിക്കും, അവസാനിക്കുകയില്ല. ഒരു പഴം, സ്വർഗത്തിൽ ഒരു പഴം ഞാനെങ്ങാനും എടുത്തിരുന്നെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരെ മുന്നിൽ നിസ്കരിക്കാൻ എന്നപ്പോൾ നേരെ മുന്നിൽ ഖിബ്ലയുടെ ഭാഗത്ത് സ്വർഗവും നരകവും കാണുകയാണ്. സഹാബത്ത് അത് കാണുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണുകയാണ്. അതിൽ നിന്ന് എടുക്കാൻ നബി ഓങ്ങി, പക്ഷേ എടുത്തില്ല. അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും വേർതിരിയാണ്. അങ്ങനെയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നീ വിശ്വസിക്കുക. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ഈ 2 ചട്ടക്കുള്ളിൽ മുസ്ഹഫിനുള്ളിലുള്ളത് അവൻ വിശ്വസിക്കുന്നു. അവനിത് ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. പിൽക്കാലക്കാരായ ആളുകൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലം ഇത് കാരണത്താലാണ്. പിൽക്കാലക്കാരായ ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന ഒരു മേഖല ഇതാണ്. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല എങ്കിലും അവർ നബിയിൽ വിശ്വസിക്കുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് വലിയ പ്രതിഫലം, പിൽക്കാലക്കാർക്ക് ഒരിക്കലും ലഭിക്കാത്ത പ്രതിഫലമുണ്ട്. പക്ഷേ പിൽക്കാലക്കാരുടെ പ്രതിഫലം വർദ്ധിക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് നമ്മുടെ ഈമാനിൻ്റെ കാര്യം സഹോദരങ്ങളെ ഏറ്റവും വിലപ്പെട്ടതായി കാണുകയും അത് മുൻനിർത്തി അള്ളാഹുവിനോട് തേടുകയും ചെയ്യുക. ഇതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറയുന്നു, വയുഖീമുന സ്വലാഹ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. ഇഖാമത്തു സ്വലാഹ് എന്ന് പറഞ്ഞാൽ കേവലം നിസ്കരിക്കുക എന്നല്ല. ഇഖാമത്തു സ്വലാഹ് എന്നതാണ് യുഖീമുന സ്വലാഹ് എന്ന് പറഞ്ഞാൽ അവർ നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷർത്തുകളോടെ, അതിൻ്റെ ഫർദുകളോടെ, അതുപോലെ അതിലെ ഖുശൂഇലൂടെ ഇതെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ വഖ്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണ്. അതിൻ്റെ ഷർത്തുകൾ പലതുണ്ട്. പക്ഷേ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് ഏതാണ്? വഖ്താണ്, സമയമെന്ന ഷർത്താണ്. നിസ്കാരത്തിന് പല ഷർത്തുണ്ട്, പക്ഷേ ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് ഏതാണ്? വഖ്ത്. അതുകൊണ്ടാണ് വഖ്തിനു വേണ്ടി ബാക്കി പല ഷർത്തുകളിലും വിട്ടുവീഴ്ച ചെയ്യുന്നത്. വുദൂ ഷർത്താണ്, ഖിബ്ലക്ക് നേരെ തിരിയെ ഷർത്താണ്. പക്ഷേ ഒരാൾക്ക് വുദൂ ചെയ്യാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. അതിനും സാധിക്കുന്നില്ല എന്ന് കൂട്ടിക്കോളും. അതിനും സാധിക്കാത്തൊരു അവസ്ഥയിലാണ് ഒരാളുള്ളത്. എന്ത് ചെയ്യാം? വുദൂ ഇല്ലാതെ തയമ്മും ഇല്ലാതെ അയാൾ നിസ്കരിക്കണം വഖ്ത് പോകുന്നതിന് മുമ്പ്, സമയം പോകുന്നതിന് മുമ്പ്. ഔറത്ത് മറക്കണം. ഒരാൾക്ക് ഔറത്ത് മറക്കാൻ യാതൊരു വഴിയുമില്ല എന്ന് സങ്കല്പിക്കാവൂ. വസ്ത്രമില്ല, എന്തു വേണം? ഉള്ള അവസ്ഥയിലാണ് നിസ്കരിക്കണം വഖ്ത് പോകുന്നതിന് മുൻപ്, നിസ്കാരത്തിന് സമയം പോകുന്നതിന് മുൻപ്. ഖിബ്ലക്ക് നേരെ തിരിയണം. ഖിബ്ല അറിയാൻ യാതൊരു നിർവാഹവുമില്ല, അല്ലെങ്കിൽ ഖിബ്ലക്ക് നേരെ തിരിയാൻ യാതൊരു നിർവാഹവുമില്ല. സമയത്ത് നിസ്കരിച്ചു കൊള്ളണം. സമയം അത് നീട്ടി കൊണ്ടുപോയിക്കൂടാ. നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അത് 2 സമയമുണ്ട്. ഒന്ന് 5 വഖ്ത്, പിന്നെയോ പ്രയാസങ്ങളുടെ സമയത്ത് 3 വഖ്ത്. പ്രയാസങ്ങളുടെ സമയത്ത് അത് 3 വഖ്താണ്. ജംഅ വെച്ച് നോക്കിയാൽ 3 വഖ്താണ്. എന്നാൽ പ്രയാസമില്ലാത്ത സമയത്ത് അത് 5 വഖ്താണ്. ഈ വഖ്ത് ആണ് ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത്. മനസ്സിലായി? അതുകൊണ്ട് അത് വളരെ വളരെ ശ്രദ്ധിക്കണം. സമയം കഴിഞ്ഞു പോവുക എന്നത് വളരെ അപകടകരമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീൻ, നിസ്കാരം മുഅ്മിനുകൾക്ക് കിതാബൻ, അത് നിർബന്ധ ബാധ്യതയാണ്. മൗഖൂതൻ, വഖ്ത് നിർണയിക്കപ്പെട്ട ബാധ്യതയാണ്. അതുകൊണ്ട് അതിൻ്റെ വഖ്ത് ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് അതാണ്. പിന്നെ ബാക്കിയുള്ള ഷർത്തുകൾ, അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ, അതുപോലെ അതിൻ്റെ വാജിബുകൾ, നിർബന്ധമായ ഘടകങ്ങൾ, വിഭാജ്യ ഘടകങ്ങളുണ്ട്. അത് ഒഴിവായി പോയാൽ, മറന്നുപോയാൽ പോലും സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പോലും പരിഗണിക്കപ്പെടുകയില്ല. ഒന്നുകിൽ ആ റക്അത്ത്
മടക്കി നിസ്കരിക്കേണ്ടി വരും ഒന്നാകെ, അല്ലെങ്കിൽ നിസ്കാരം ഒന്നാകെ മടക്കി നിസ്കരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നിസ്കാരത്തിൽ. റുക്കൂ, സുജൂദ് ഒക്കെ പോലെ. അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഫാത്തിഹ പോലെ. അതുപോലെ വാജിബുകളുണ്ട്. അത് ചിലപ്പോൾ ഒഴിവായിപ്പോയാൽ, മറന്നുപോയാൽ കരുതിക്കുട്ടി ഒഴിവാക്കരുത്. മറന്നുപോയാൽ പക്ഷേ സഹുവിൻ്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ഉദാഹരണത്തിന് ഒന്നാമത്തെ തശഹുദ്, ഒന്നാമത്തെ തഹിയാത്ത് പോലെ. ഇങ്ങനെ പിന്നെ നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഖുശൂ. ഭയഭക്തിയോടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുക എന്നത്. അത് നിസ്കാരത്തിൻ്റെ റൂഹാണ്, ആത്മാവാണ്. അതില്ല എങ്കിൽ നിസ്കാരം റൂഹില്ലാത്ത ജസദ് പോലെ, ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരം നിലനിർത്തുക, അതാണ് യഥാർത്ഥത്തിൽ ഇഖാമത്തു സ്വലാ. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിലെ സഫ് ശരിയാക്കുന്നതിനെ കുറിച്ച് പോലും എന്തു പറഞ്ഞു? നിങ്ങൾ സഫ് ശരിയാക്കുക. കാരണം സഫ് ശരിയാക്കുക എന്നത് ഇഖാമത്തു സലാത്തിൽപ്പെട്ടതാണ്. ഇഖാമത്തു സലാത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതിൽ വഖ്ത് ഏറ്റവും നന്നായി ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ സമയം അത് വിട്ടുപോകരുത്. നിസ്സാരമായ കാര്യമല്ല വഖ്ത് വിട്ടുപോവുക എന്നത്. ഇങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവരാണ് മുഅ്മിനുകൾ. നിങ്ങൾ നോക്കൂ, നമ്മുടെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സലാത്തുഹു. ഒരു അടിമ അള്ളാഹുവിങ്കിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക, വിചാരണ ചെയ്യപ്പെടുക അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ്. ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ് വഇൻ ഫസദത് ഖാബ വ ഖസിർ. അത് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി, അത് ദുഷിച്ചാൽ ബാക്കിയെല്ലാം ദുഷിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മാലുകൾക്ക്, തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് എഴുതിയ എഴുത്തിൽ കാണാം, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാഹ് ഫമൻ ഹഫിളഹ വഹാഫള അലൈഹ ഫഖദ് ഹഫിള ദീനഹ വമൻ ضيعها ഫഹുവ ലിമാ സിവാഹ അദിയ. നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നു അത് നിസ്കാരമാണ്. ഒരുവൻ സൂക്ഷിച്ചാൽ അവൻ അവൻ്റെ ദീൻ സൂക്ഷിച്ചിരിക്കുന്നു. അതൊരുവൻ പാഴാക്കി കളഞ്ഞാൽ, അതിൻ്റെ കാര്യം അവൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവൻ ബാക്കിയുള്ള കാര്യം അതിനേക്കാൾ ശ്രദ്ധിക്കാത്തവനായിരിക്കും. ബാക്കി അതിനേക്കാൾ പോക്കായിരിക്കും. ഇത് നന്നായാൽ ബാക്കിയൊക്കെ നന്നാകും. കാരണം ഇതാണ് റബ്ബുമായുള്ള അടിമയുടെ ബന്ധം. അള്ളാഹു ഇത് നിർബന്ധമാക്കിയത് ഭൂമിയിൽ വച്ചല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജിന് കൊണ്ടുപോയി ആകാശലോകത്ത് വെച്ചാണ് റബ്ബ് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, 5 നേരത്തെ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശലോകത്ത് വെച്ചാണ് അള്ളാഹു നിർബന്ധമാക്കി നൽകുന്നത്. അത് 5 ഹി ഖംസുൻ വ ഖംസൂൻ. 5 പക്ഷെ 50. അഥവാ ഖംസുൻ ഫിൽ അമൽ ഖംസൂന ഫിൽ അജ്ർ. പ്രവർത്തനത്തിൽ 5, പ്രതിഫലത്തിൽ 50. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പകൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന് മുന്നിൽ നിന്ന് നിസ്കരിച്ച് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ നേരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോന്നിൻ്റെ നേരം ജിബ്രീൽ ഒരിക്കൽ വന്നു. എന്നിട്ട് സുബ്ഹും അതുപോലെ ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിച്ചു കൊടുത്തു. അഥവാ അതിൻ്റെ സമയം തുടങ്ങുമ്പോൾ, ഒരു നിസ്കാരത്തിന് തുടങ്ങുന്ന സമയം ഉണ്ടാവും, അവസാനിക്കുന്ന സമയം ഉണ്ടാവും. ഉദാഹരണത്തിന് ഫജർ, അതിൻ്റെ സമയം ആരംഭിക്കുന്നത് പ്രഭാതം ഫജർ പൊട്ടി വിടർന്നാലാണ്. ആകാശത്ത് ഉള്ള വിലങ്ങനെയുള്ള വെളിച്ചം അത് പിന്നെ കൂടി വരും. സൂര്യൻ ഉദിക്കുന്നതോടെ അത് പൂർണ്ണമാകും. ഫജർ സാദിഖ്. ഇത് തൊട്ട് സൂര്യൻ ഉദിക്കുന്നവരാണ് ഫജറിൻ്റെ സമയം. ഇതുപോലെ ഓരോ നിസ്കാരത്തിന് തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ സമയമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ സമയത്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. രണ്ടാമത്തെ വരവിൽ ഇതേ നിസ്കാരം തന്നെ അതിൻ്റെ അവസാന സമയത്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനിടയിലാണ് സമയം, ഇതിനിടയിലാണ് ഓരോ നിസ്കാരത്തിൻ്റെയും സമയം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ കുട്ടിയുണ്ട്. ഒരു കുട്ടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമയുടെ ആദ്യ ഭർത്താവിൻ്റെ മകനാണ്, ഉമർ ബിൻ അബി സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അസല്ലൽ ഗുലാം, ഈ കുട്ടി നിസ്കരിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ, അസല്ലൽ ഗുലാം, ഈ കുട്ടി നിസ്കരിച്ചോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. അതുകൊണ്ട് കുട്ടികളുടെ നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ വദ്രിബൂഹും അലൈഹ വഹും അബ്നാഉ ആശ്റിൻ. കുട്ടികളോട് നിങ്ങൾ 7 വയസ്സായാൽ
നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. 10 വയസ്സായാൽ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമാകുന്ന പ്രായമായിട്ടില്ല. നിസ്കരിച്ചില്ലെങ്കിൽ അതിന് കുറ്റമില്ല. പക്ഷേ എന്നിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷ നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടാണത്? ശീലിക്കാനാണ്. കാരണം നിസ്കാരത്തിനൊരു മധുരമുണ്ട്. അത് ഒരുവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതിനൊരു ആസ്വാദനമുണ്ട്. പിന്നെ അവൻ നിസ്കരിച്ചില്ല എങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. നിസ്കരിക്കാതെ അവൻ്റെ ഹൃദയം വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട മത്സ്യത്തെ പോലെ ഇരിക്കും. അവനത് നിർവഹിച്ചേ പറ്റൂ. ഈ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുമായിരുന്നു, യാ ബിലാൽ അഖിമിസ് സലാഹ് അരിഹ്ന ബിഹ. ബിലാൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കൂ, നമ്മളൊന്ന് റാഹത്താകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റാഹത്തായിരുന്നു റബ്ബിൻ്റെ മുന്നിലുള്ള നിസ്കാരം എന്ന് പറയുന്നത്. അവിടത്തേക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ എന്ത് ചെയ്യുക? നിസ്കരിക്കുകയാണ് ചെയ്യുക. ചില ആളുകൾ പ്രയാസമുണ്ടായാൽ നിസ്കാരം ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. കാരണം നീ നിസ്കരിക്കാൻ നിന്നാൽ അതാ റബ്ബ് അവൻ്റെ വജുഹുമായി, അവൻ്റെ മുഖവുമായി നിന്നിലേക്ക് തിരിഞ്ഞു വരുമെന്നാണ്, നിന്നിലേക്ക് അടുത്തു വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹ്. നിസ്കരിക്കുന്നവൻ റബ്ബുമായുള്ള മുനാജാത്തിനാണ്, സംഭാഷണത്തിനാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും റബ്ബിനോട് എന്ത് സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നീ ഒരു പടപ്പുകളിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ എവിടെയോ ശ്രദ്ധിച്ച് എന്തോ ചിന്തിച്ച് സംസാരിക്കുക എന്നത് അദബുകേടാണ്. പിന്നെ എങ്ങനെയാണ് ഖാലിഖായ റബ്ബിനോട്, അവനോടുള്ള സംഭാഷണത്തിൽ നീ എങ്ങോ ശ്രദ്ധിച്ച് എന്തോ പറയുക? എല്ലാം ചോദിക്കാൻ സകല പ്രയാസവും ഇറക്കി വെക്കാനുള്ള സമയമാണ്, സകല പ്രയാസവും ഇറക്കി വെക്കാനുള്ള നേരമാണ്. വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കൺകുളിർ നമസ്കാരത്തിനാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സിലത്തുൻ എന്ന വാക്കിൽ നിന്നാണ് സലാത്ത് ഉണ്ടായത്. സിലത്തുൻ എന്നാൽ ബന്ധമാണ്, അള്ളാഹുമായുള്ള അടിമയുടെ ബന്ധമാണ് സലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ ജമാഅത്ത്, അടുത്തടുത്ത് മസ്ജിദുകളുള്ള നാടുകളിൽ താമസിക്കാൻ സാധിക്കുക. ബാങ്ക് കേട്ടാൽ നടന്ന് ജമാഅത്തിന് ഹയ്യ അല സലാഹ് ഹയ്യ അൽ ഫലാ എന്ന് കേട്ടാൽ നടന്നുകൊണ്ട് ജമാഅത്തിന് പോകാൻ സാധിക്കുക എന്നത് പ്രിയ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അത് നഷ്ടപ്പെട്ടവർക്കറിയാം അതിൻ്റെ പ്രയാസം എന്താണ്. ഹയ്യ അൽ സലാഹ് ഹയ്യ അൽ ഫലാ എന്ന് നീ ജീവിക്കുന്ന നാട്ടിൽ കേൾക്കുക എന്ന്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഷഹാദത്തുകൾ നീ ജീവിക്കുന്ന നാട്ടിൽ കേൾക്കുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. നഷ്ടപ്പെട്ടവരോട് ചോദിച്ചു നോക്കൂ അതിനെക്കുറിച്ച്. സുജൂദ് ചെയ്യാൻ സാധിക്കുക, മര്യാദക്ക് സുജൂദ് ചെയ്യാൻ, മര്യാദക്ക് റുക്കൂഅ് ചെയ്യാൻ, ശരിക്ക് തശഹുദിലിരിക്കാൻ സാധിക്കുക, അതിന് ആരോഗ്യമുണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. നഷ്ടപ്പെട്ടവരോട് ചോദിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ചോദിച്ചു നോക്കൂ. സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ചില ആളുകൾ പറഞ്ഞത് കാണാം. സുബ്ഹാനല്ലാഹ്, ആരോഗ്യമുണ്ട്. ആ യഥാർത്ഥ സുജൂദൊന്ന് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക എന്നത് വലിയ നിഅമത്താണ്. റബ്ബ് അതിനാണ് നമ്മളെ പടച്ചത്. നമ്മൾ സൃഷ്ടിച്ചത് തിന്നാനും കുടിക്കാനുമല്ല, മറിച്ച് ഇതിനു വേണ്ടിയാണ്. തിന്നുക, കുടിക്കുക നമ്മളും ചെയ്യുന്നുണ്ട്, കാലികളും ചെയ്യുന്നുണ്ട്. മറിച്ച് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഇബാദത്തിനാണ്, അവനുള്ള ഇബാദത്തിനാണ്. ബാക്കിയുള്ളത് അതിനുള്ള സഹായമാണ്, ബാക്കിയുള്ളത് അതിനുള്ള സഹായമാണ്. അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള സഹായമായി, അതിനുള്ള നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളായി ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് റിസ്ക് നൽകിയതിൽ നിന്ന്, യുൻഫിഖൂൻ അവർ ചെലവഴിക്കുന്നു. ഇൻഫാഖ് അത് മുഅ്മിനുകളുടെ സ്വഭാവമാണ്. അതായത് വാജിബായ ഇൻഫാഖും വാജിബല്ലാത്ത ഇൻഫാഖും ഇതിൽ ഉൾപ്പെടും. അള്ളാഹു പറയുകയാണ്, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ. മുഅ്മിനീങ്ങൾ നോക്കൂ, അവരുടെ ശരീരം കൊണ്ടുള്ള ഇബാദത്ത് ചെയ്യുന്നത് പോലെ അവരുടെ സമ്പത്ത് കൊണ്ടും ഇബാദത്ത് ചെയ്യുന്നു. ഇസ്ലാമിൽ ഇതെല്ലാം ഉണ്ട്. നീ ഇഷ്ടപ്പെടുന്നത് പോലെ മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ല അള്ളാഹു നിന്നോട് പറഞ്ഞത്, മറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അപ്പോഴാണ് നിൻ്റെ ഉബൂദിയത്ത്, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായി നീ മാറുകയുള്ളൂ. കാരണം മനുഷ്യർക്ക് പ്രയാസം
എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, ഇഷ്ടം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുകൾ എത്ര വേണമെങ്കിലും നിസ്കരിക്കാൻ തയ്യാറായിരിക്കും, പക്ഷെ വളരെ ചെറിയൊരു തുക പോലും സദഖ നൽകുക അവന് വലിയ പ്രയാസമായിരിക്കും. ഒരാൾക്ക് കൊടുക്കുക. വേറെ ചില ആളുകൾ നേരെ തിരിച്ചായിരിക്കും, അവൻ എത്ര വേണമെങ്കിലും ദാനം ചെയ്യും, പക്ഷെ 2 റക്അത്ത് നിസ്കരിക്കാൻ അവൻ സാധിക്കുകയില്ല. നഊദു ബില്ലാ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ പല ഇനം ഇബാദത്തുകൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതിൽ നിർബന്ധമായത് ഒരുവൻ ചെയ്യാതിരുന്നാൽ അവൻ കുറ്റക്കാരനാണ്. അതിനപ്പുറത്തുള്ളത് പിന്നെ നിനക്ക് നിർബന്ധമില്ല, അതിൻ്റെ പേരിൽ നിനക്ക് കുറ്റമില്ല. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഒരു അറാബി ചോദിച്ചതുപോലെ, എന്താണ് എൻ്റെ മേലെ നിർബന്ധം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരം നിസ്കരിക്കുക. ഫഹൽ അലയ്യ ഗൈറുഹ, അതല്ലാത്തത് വല്ലതും? ഇല്ല അൻ തതവ്വ, ഇല്ല നീ ഇഷ്ടമുള്ളത് നിൻ്റെ ഇച്ഛപ്രകാരം നീ ഇഷ്ടമനുസരിച്ച് ഐച്ഛികമായി നീ ചെയ്താൽ ഒഴികെ അത് വേണമെങ്കിൽ ചെയ്യാം. നോക്കൂ, നിർബന്ധ കർമ്മങ്ങളിൽ എല്ലാവരും ഒരുപോലെയാണ്, അതിലാർക്കും ഇളവില്ല. അതാകട്ടെ വളരെ എളുപ്പമാണ്, അത് ചെയ്യുക എന്നത് വളരെ എളുപ്പം, ആർക്കും പ്രയാസമില്ല. എന്നാലോ കൂടുതൽ നന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ മുന്നിൽ അള്ളാഹു വാതിലുകൾ അടച്ചിട്ടുമില്ല. അതിൽ മുന്നേറാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടോ, എത്ര വേണമെങ്കിലും മുന്നേറാൻ അള്ളാഹു അവസരം നിശ്ചയിച്ചിരിക്കുന്നു. നോക്കൂ, നോമ്പിലും നിസ്കാരത്തിലും സദഖയിലും ഒക്കെ ഇതുണ്ട്, നിർബന്ധമായത് അതിനപ്പുറത്തുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിൽ ഒരാൾ ഇങ്ങനെ വന്ന് ചോദിക്കും, 5 നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ആൾ തിരിഞ്ഞു പോകുമ്പോൾ പറയും, ഇതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല, ഈ പറഞ്ഞത് മാത്രം, ഇതിനപ്പുറത്തൊന്നും ചെയ്യുകയില്ല. കാരണം വന്നതൊരു അറാബിയാണ്. അറാബികൾ പൊതുവെ ഇങ്ങനെ പരിക്കൻ പ്രയോഗങ്ങളുടെ ആളുകളാണ്. അവരുടെ മറുപടികൾ ചിലപ്പോൾ വളരെ പരിക്കനായിരിക്കും. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആദ്യം തന്നെ പറയുന്ന ഇതാണ്, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, എൻ്റെ ചോദ്യം കുറച്ച് കടുത്തതായിരിക്കും, ചോദിച്ചോട്ടെ, അങ്ങനെയാണ് പറയുന്നത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചോളൂ. വന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾ കുറച്ച് കടുത്തതായിരിക്കും, ചോദിച്ചോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചോളൂ. അദ്ദേഹം ഇത് പറഞ്ഞ് പിരിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ്, പറഞ്ഞത് സത്യമാണെങ്കിൽ ആൾ വിജയിച്ചിരിക്കുന്നു. മറ്റു ചില ഹദീസുകളിൽ കാണാം, സ്വർഗാവകാശിയായ ഒരാൾ കാണണോ, ഇയാളെ നോക്കിക്കോളൂ. നോക്കൂ നിങ്ങൾ, എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു നിർബന്ധമാക്കിയ നീ ചെയ്താൽ, അള്ളാഹു ഹറാമാക്കിയ നീ ഉപേക്ഷിച്ചാൽ, ഈ 2 കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചാൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല, നിനക്ക് സ്വർഗമാണുള്ളത്. എന്നാൽ അതിനപ്പുറത്ത് സുന്നത്തായ മുസ്തഹബായ കർമ്മങ്ങൾ ചെയ്താൽ അവർക്കതിൻ്റെ മുകളിൽ പ്രതിഫലമുണ്ട്. ഇബ്ൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് മനോഹരമായ ഒരു വാക്ക് അഫ്ലഹ ഇൻ സദഖ് എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇബ്ൻ ഹജർ പറഞ്ഞു, വഇൻ കാന ഗൈറുഹു അഫ്ലഹ മിൻഹു, അതിന് സമാനമായൊരു വാക്ക് ഇബ്ൻ ഹജർ പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തില്ല, അദ്ദേഹമാണ് ഏറ്റവും വലിയ വിജയം എന്നില്ല, അതിനേക്കാൾ വലിയ വിജയികളുണ്ടാവും, അയാൾ വിജയിച്ചിരിക്കുന്നു. പക്ഷേ അതിനപ്പുറം കർമ്മങ്ങൾ ചെയ്തവർ അതിനേക്കാൾ വലിയ വിജയികളാണ്, യാതൊരു സംശയവുമില്ല. പറഞ്ഞു വന്നത് നോക്കൂ, അള്ളാഹു നിർബന്ധമാക്കിയ അമലുകളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. അതിലെ പോരായ്മകൾ നീക്കാനുള്ളതാണ്, അതിലെ വിടവുകൾ നികത്താനുള്ളതാണ് സുന്നത്തായ കർമ്മങ്ങൾ, സുന്നത്തായ അമലുകൾ. അതുകൊണ്ട് സാധിക്കുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. സാധിക്കുന്നത് നിൻ്റെ മനസ്സിൻ്റെ ഉന്മേഷവും താല്പര്യവുമൊക്കെ അനുസരിച്ച്. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ ഹൃദയങ്ങൾക്കും എന്തുണ്ടാവും, വളരെ ഉന്മേഷമുള്ള സമയമുണ്ടാവും, മടിയുള്ള സമയമുണ്ടാവും. നീ എന്ത് ചെയ്യുക, നല്ല ഉന്മേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തുക. മടിയുള്ള സമയം നീ എന്ത് ചെയ്യുക, പറ്റ നന്മകൾ ഉപേക്ഷിക്കാതിരിക്കുക, കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുക, സാധിക്കുന്നത്. ഇങ്ങനെയാണ് ബുദ്ധിയുള്ള ആളുകൾ അവനവൻ്റെ ഹൃദയത്തെ ശ്രദ്ധിച്ച് സ്വന്തം ഉന്മേഷത്തെ പരിഗണിച്ച് മുന്നോട്ട് പോവുക. വളരെ ശ്രദ്ധിക്കുക കാര്യം. നോക്കൂ, ഇവർ ചെലവഴിക്കുന്ന ആളുകളാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് അവർ ചെലവഴിക്കും എന്നത്, രഹസ്യമായും പരസ്യമായും, ചെറുതും വലുതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ നഷ്ടം വരാത്ത കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സദഖത്തു ബുർഹാൻ, സദഖ എന്ന് പറയുന്നത് ബുർഹാനാണ്, ഒരാളുടെ ഈമാനിനുള്ള തെളിവാണ്. കാരണം ഈമാൻ ഇല്ലെങ്കിൽ ഒരാൾ എന്തിനാണ് അവനവൻ സമ്പാദിച്ച പണം
മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ രൂപത്തിൽ ചെലവഴിക്കുന്നവരാണ് മുഅ്മിനുകൾ. അവർക്ക് വാജിബായ കാര്യങ്ങൾ സക്കാത്ത് പോലെ, തൻ്റെ കീഴിലുള്ള കുടുംബത്തിന് ചെലവഴിക്കുന്ന പോലെ, അതൊക്കെ അയാൾക്ക് നിർബന്ധമാണ്. അതും ചെലവഴിക്കും. അതോടൊപ്പം അതിനപ്പുറത്ത് സാധിക്കുന്നത് പോലെ ഓരോരുത്തരും സദഖ നൽകും. സദഖയുടെ കാര്യത്തിൽ മുൻഗാമികൾ പഠിപ്പിച്ചത് കാണാം, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നീ എന്ത് ചെയ്യരുത്, നിസാരമായി കാണരുത്. കൊടുക്കാൻ പിശുക്ക് തോന്നുന്നുണ്ടോ, എന്തു ചെയ്യുക, നിൻ്റെ പിശുക്കിന് പോറലേൽപ്പിക്കാത്ത കുറച്ചുണ്ടാവും, അതും എനിക്ക് കൊടുക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടാവില്ല, അതെങ്കിലും കൊടുക്കുക. അതെങ്കിലും എല്ലാവരുടെ മനസ്സും ഒരുപോലെയല്ല. മനുഷ്യൻ പൊതുവേ പിശുക്കനാണ്. മനുഷ്യൻ്റെ പൊതു സ്വഭാവം എന്താണ്? പിശുക്കാണ്. ചില പണ്ഡിതന്മാർ പറയും, കാരണം പടക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. മണ്ണിൻ്റെ സ്വഭാവമാണ് പിടിച്ചു വെക്കുക എന്നുള്ളത്. മണ്ണിൻ്റെ സ്വഭാവം പിടിച്ചു വെക്കുക, തടഞ്ഞു വെക്കുക എന്നതാണ്. അതുപോലെ മനുഷ്യൻ പൊതുവേ മിസ്സിക്കാണ്, കൊടുക്കുകയില്ല, ചെലവഴിക്കുകയില്ല. അവൻ്റെ സ്വഭാവം. ഒരാൾ തൻ്റെ കയ്യിലുള്ളത് വെറുതെ ഇങ്ങനെ കൊടുത്തു നടക്കുമോ? ഇല്ലല്ലോ, പിടിച്ചു വെക്കും. അപ്പോൾ പൊതുവേ അവൻ്റെ സ്വഭാവം അതാണ്. അതിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് സദഖ. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണസമയത്ത് ആളുകൾ എനിക്ക് ജീവൻ ഇനി ആയുസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന അമലുകളിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഏതാണ്? ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഞാൻ സദഖ നൽകാം, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെടാം എന്നാണ്. പലരും മരണാസന്നരുടെ അനുഭവമായി പറഞ്ഞിട്ടുള്ളത് എന്താണ്? മരണസമയത്ത് അവർ കുതിക്കുക സദഖ നൽകാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്ത് ചെയ്യരുത്, മരണം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നവരെ കാത്തു നിൽക്കരുത്. എന്നിട്ട് നീ പറയരുത് ആദ് ഫുലാൻ വാദ് ഫുലാൻ, ഇത് ഇന്നാൾക്ക് ഇത്ര, ഇന്നാൾക്ക് എന്ന് നീ പറയരുത്. ഖദ് കാന ലി ഫുലാൻ, അതൊക്കെ ഓരോരുത്തരുടെ ആയിക്കഴിഞ്ഞു, ഇനി നീ പറയേണ്ട ആവശ്യമില്ല. നീ അവസാനം വരെ കാത്തു നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഏതാണ് ശ്രേഷ്ഠമായ സദഖ? അൻ തസദ്ദഖ വ അൻത സഹീഹുൻ ഷഹീഹുൻ തഅമുലുൽ ഗിന വ തഖ്ശൽ ഫഖർ. നിനക്ക് ആരോഗ്യമുണ്ടായിരിക്കെ, അതുപോലെ നിനക്ക് കൊടുക്കാൻ പിശുക്കുണ്ടായിരിക്കെ, നീ സമ്പന്നത ആഗ്രഹിക്കവേ ദാരിദ്ര്യത്തെ ഭയപ്പെടവേ കൊടുക്കുക. അത് വളരെ ഉന്നതമായ സദഖയാണ്. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, ആരോഗ്യമുള്ളപ്പോൾ എന്താണ് പ്രയോജനം? സമ്പത്ത് അനുഭവിക്കാൻ കഴിയും. രോഗമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമ്പത്ത് ആരോഗ്യമുള്ളയാളെപ്പോലെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, ഒരു കഥയാണ്. ഒരാൾ വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരാൾ, പക്ഷേ രോഗിയാണ്, വലിയ പണക്കാരനാണ്. അയാൾ തൻ്റെ വീട്ടിൻ്റെ ജനാലയിലൂടെ നോക്കുമ്പോൾ കാണുകയാണ്, ഒരു താഴെ പറമ്പിലൊരു കൂലിപ്പണിക്കാരൻ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ വന്ന് പണിയെടുക്കും. കുറേ സമയം അയാൾ പകൽ പണിയെടുത്തു. എന്നിട്ട് അയാൾ തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാത്രത്തിൽ ഒരൽപ്പം പാലും ഒരൽപ്പം കുറച്ച് റൊട്ടിയുമുണ്ട്. ഈ റൊട്ടി എടുത്ത് പാലിങ്ങനെ മുക്കി എടുത്ത് തിന്നുകയാണ്. ഈ ജനാലയിലൂടെ ഇത് നോക്കിയിരുന്ന, ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ രോഗിയായ ഈ പണക്കാരൻ അയാൾ കൊതിച്ചു എന്നാണ്, എന്ത് റബ്ബേ, എൻ്റെ ഈ സമ്പത്ത് മുഴുവൻ അയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ ആരോഗ്യം എനിക്ക് തന്നിരുന്നെങ്കിൽ, ഇതൊക്കെ അയാൾക്ക് കൊടുത്തിട്ട് ആരോഗ്യം എനിക്ക് തന്നിരുന്നെങ്കിൽ. ആ സാധുവായ ഒരാൾ, പക്ഷെ അയാൾ ആ ആഫിയത്ത് കൊണ്ട് അയാൾ പണിയെടുത്ത് ഈ ഭക്ഷണം ആ രുചിയോടെ അത് കഴിക്കുക. ആരോഗ്യമുണ്ടായിരിക്കെ സമ്പത്ത് നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അത് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ആ സമയത്ത് കൊടുക്കുന്നതിന് അള്ളാഹുവിൽ വലിയ വിലയുണ്ട്. അള്ളാഹുവിൽ അതിന് വലിയ വിലയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തയ്യിബായ സമ്പത്തിൽ നിന്ന് സദഖ നൽകിയാൽ, തയ്യിബ് അല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫഇന്ന അല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അള്ളാഹു തൻ്റെ വലത് കൈ കൊണ്ടത് സ്വീകരിക്കും. അവൻ്റെ സദഖ എന്ത്? ഒരു കാരക്ക കൊടുത്തത്, ഒരു കാരക്ക ഒരാൾ അള്ളാഹുവിന് വേണ്ടി തൻ്റെ നല്ല സമ്പത്തിൽ നിന്ന് കൊടുത്തത് അള്ളാഹു അവൻ്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കും. എന്നിട്ട് അവനത് വളർത്തിക്കൊണ്ടുവരും. നിങ്ങളിൽ ഒരാൾ തൻ്റെ ഫുലുവിനെ, ഒരു ചെറിയ കുതിരക്കുട്ടി എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, അതുപോലെ അന്ത്യനാളിൽ അവൻ തൻ്റെ സദഖയെ ജബൽ ഉഹദ് പോലെ കാണുമെന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സദഖ നൽകുന്നയാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ സദഖ വാങ്ങുന്നവൻ്റെ കയ്യിൽ വീഴുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ കയ്യിലാണത് ചെല്ലുന്നത് എന്ന് സദഖ നൽകുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ വാങ്ങുന്നവനേക്കാളും സന്തോഷം കൊടുക്കുന്നവനുണ്ടാകുമായിരുന്നു. മനസ്സിലായില്ലേ? വാങ്ങുന്നവനേക്കാളും ആഹ്ലാദം ആർക്കുണ്ടാവും? കാരണം ഇത് സ്വീകരിച്ചത് ഇവനല്ല, റബ്ബാണ് എന്നവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതുകൊണ്ട് സദഖയുടെ കാര്യം വളരെ ശ്രേഷ്ഠമാണ്. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ ഇതിന് അറിയപ്പെട്ട ആളുകളാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം, മുസ്ലിമീങ്ങളുടെ ചരിത്രം ദാനധർമ്മങ്ങളുടെ കണക്കില്ലാത്ത വഖഫുകളുടെ
ഒക്കെ ചരിത്രമാണ് മുസ്ലിമീങ്ങളുടെ ചരിത്രം. അവരുടെ പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന الصلاة വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ആഴ്ച വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും കേട്ടതുമായ നന്മകൾ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.